എന്തായാലും ട്രോളി ബാഗിന്റെ കഥ പറഞ്ഞ പാലക്കാട്ടേക്കാണ് എന്റെ കൗതുകമാകെ. പാലക്കാട്ടെ ഈ റൗണ്ടിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സർക്കാർ ഞങ്ങളുടെ വിജയമെന്ന് പ്രഖ്യാപിക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചേലക്കര കുപ്രചരണങ്ങളുടെ സ്ഥാനം ചവറ്റുകൊട്ടയിൽ എന്ന് പ്രഖ്യാപിച്ച് LDF സർക്കാരിനെ പിന്തുണച്ച വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ. LDF സർക്കാരിനെ പിന്തുണച്ച വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ എന്ന് PM മുഹമ്മദ് റിയാസ് മന്ത്രി പോസ്റ്റ് ഇടുമ്പോൾ ഇതാ സർക്കാരിന്റെ വിജയം, ഞങ്ങളുടെ സർക്കാരിന് ജനങ്ങൾ നൽകിയ തംസപ്പ് എന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നു. സർക്കാർ വിരുദ്ധ വികാരമില്ല എന്ന് LDF അതിനെ റീഡ് ചെയ്യുന്നു. പക്ഷേ എങ്കിലും അങ്ങനെ പരിപൂർണമായി വ്യാഖ്യാനിക്കാൻ കഴിയുമോ എന്നറിയില്ല. അക്കാര്യങ്ങളിലൊക്കെ പ്രതികരണങ്ങൾ വരട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ ട്രെൻഡിന്റെയും കേരളത്തിൽ ഒപ്പം നിന്ന 19 മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ അവിടെ ഭൂരിപക്ഷം നല്ല മാർജിനിൽ വിജയിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് അഭിമാനകരം തന്നെയാണ്. സ്വന്തമാക്കാൻ കഴിയുകയാണെങ്കിൽ ചേലക്കരയിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് LDF കാൻഡിഡേറ്റ് സമാഹരിക്കാൻ കഴിയുന്നത് എങ്കിൽ തീർച്ചയായും കോൺഗ്രസിന് വരുത്താൻ കഴിയുന്ന ചില ചോദ്യങ്ങളുണ്ട്. നേരത്തെ 39,000 എവിടെ പോയി? അത് 10,000-ലേക്ക് കുറഞ്ഞില്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡിപ്പുണ്ടായിരുന്നില്ലേ? അപ്പോൾ 10,000 വോട്ടാണ് ചേലക്കര നിങ്ങൾക്ക് നൽകിയതെങ്കിൽ അത് സർക്കാരിന് അനുകൂലമായ ഒരു നിലയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുമ്പോൾ നിങ്ങളുടെ കോട്ടയല്ലേ എന്ന് ചോദിക്കും. കോട്ടയിൽ 10,000 വോട്ടാണോ ജയിക്കേണ്ടത്? അല്ല, കോട്ട എന്ന് പറയുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് മോദു. ഒരു 3 പക്ഷവും ഒരുപോലെ മാറ്റിവെച്ച ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. സാധാരണ ജനറൽ ഇലക്ഷന്റെ ഒരു ട്രെൻഡ് ആയിരിക്കില്ല ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര പോലത്തെ ഒരു മണ്ഡലത്തിൽ 10,000 വോട്ടിന് ജയിച്ചാലും അതൊരു വലിയ വിജയം, മിന്നുന്ന വിജയം എന്ന് തന്നെ പറയണം. കാരണം അപ്പോൾ 3 മുന്നണികളുടെയും മെഷീനറികൾ തമ്പടിച്ച് അതുപോലെ ഒരു മാസം ഉഴുതുമറിച്ച മണ്ഡലമാണ് ചേലക്കര. 140 മണ്ഡലങ്ങളിൽ നടക്കുന്ന മണ്ഡലമല്ല. തീർച്ചയായും പാലക്കാട് 5 അക്കത്തിലേക്ക് പോയാൽ അത് UDF-ന്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു വിജയമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്രയധികം രാഷ്ട്രീയമായ വൈഷമ്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വൈതരണികൾ, ഒരുപാട് വിവാദങ്ങൾ, ട്വിസ്റ്റുകൾ, ടേണുകൾ, ഇതെല്ലാം കഴിഞ്ഞ് 10,000-ലധികം വോട്ടിനാണ് പാലക്കാട് UDF-ന് വിജയം നൽകുന്നതെങ്കിൽ കൊടുക്കണം ഒരു കുതിരപ്പവൻ UDF നേതൃത്വത്തിന്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഷാഫി പറമ്പിൽ VD സതീശനൊക്കെ അധികായന്മാരായും ചോദ്യം ചെയ്യാൻ കഴിയാത്ത നേതൃത്വം, ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് വിദഗ്ധൻ എന്ന പേര്, തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം എന്ന് പറയുന്ന UDF-ന്റെ ആത്മവിശ്വാസം, ഇതൊക്കെ വർദ്ധിക്കുകയാണ്. തീർച്ചയായും VD സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും അതോറിറ്റി ഉറപ്പിക്കുന്ന വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഒരു സംശയവും വേണ്ട. വിജയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഈ പറയുന്ന നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ കാർക്കശ്യം, ഇതൊക്കെ അംഗീകരിക്കും കോൺഗ്രസ് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ. വോട്ടെണ്ണൽ അവിടെ പുരോഗമിക്കുമ്പോൾ അല്പസമയത്തിനകം അതിന്റെ ലീഡ് നില പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും. ഇത്രമേൽ വലിയ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം അവിടെ ഇതാ BJP പ്രതീക്ഷിച്ചതിലും വലിയ തോതിൽ പിന്നാക്കം പോകുന്ന അവരുടെ പാർട്ടി കോട്ടകളിൽ 409 വോട്ടിലേക്ക് സാങ്കേതികമായ ഒരു ലീഡ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ 7ാം റൗണ്ടും 8ാം റൗണ്ടും ഒക്കെ പൂർത്തീകരിച്ച് വന്നപ്പോൾ BJP-യുടെ ലീഡ് അത് 9,555 ആയിരുന്നു. 9,555 ആയിരുന്നു 8ാം റൗണ്ടിൽ. പക്ഷേ 7ാം റൗണ്ടിൽ അത് 9,733 ആയിരുന്നു. ഏറ്റവും വലിയ ലീഡിലേക്ക് എത്തിയത് 7 റൗണ്ട് പൂർത്തീകരിച്ചപ്പോൾ 9,733 ആയിരുന്നു നേരത്തെയെങ്കിൽ. ഇപ്പോൾ 7ാം റൗണ്ട് എണ്ണുമ്പോൾ കേവലമായ 409 വോട്ടിന്റെ ലീഡ് മാത്രമേ BJP-ക്കുള്ളൂ.